ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ കയറുന്നതിനിടെ കാലിടറി കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും വീണുപോയി ലോക സാമ്പത്തിക ഭൂപടത്തിൽ നിന്നും പതിയെ അപ്രത്യക്ഷമായ വെനിസ്വേലയുടെ ചരിത്രമാണ് ഇന്ന് കലിയുഗം ചർച്ച ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവുമധികം നഗരവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് വെനിസ്വേല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപങ്ങളും വലിയ അളവിലുള്ള കൽക്കരി, ഇരുമ്പയിര്, ബോക്സൈറ്റ്, സ്വർണം എന്നിവയുടെ ഒരു അക്ഷയഖനി കൂടിയാണ് ഈ രാജ്യം. വലിയ അളവിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഒരു കാലത്ത് സാമ്പത്തിക സുസ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും പേരുകേട്ട നാടായിരുന്നു വെനിസ്വേല. എന്നാൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശിഥിലമാക്കപ്പെട്ടു. സൈനിക ഉദ്യോഗസ്ഥനായ ഹ്യൂഗോ ഷാവേസ് 1999 വെനിസ്വേലയുടെ പ്രസിഡന്റായപ്പോൾ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിരുന്നു. ജനങ്ങളിൽ പകുതി പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി. ഈ സമയത്താണ് എണ്ണവില ക്രമാതീതമായി ഉയർന്നത്. ക്രമേണ അത് $100 വരെയായി ഉയർന്നു. ഇതോടെ ഷാവേസ് രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായി എണ്ണ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചു. താൽക്കാലികമായെങ്കിലും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായി. ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചു തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി. ഷാവേസ് പിന്നീട് നടന്ന 3 തിരഞ്ഞെടുപ്പുകളിലും ജയിച്ചു കയറി. പക്ഷേ കാലം വീണ്ടും വെനിസ്വേലയെ പുറകോട്ടടിച്ചു. 2013 ക്യാൻസർ ബാധിതനായി ഹ്യൂഗോ ഷാവേസ് മരണപ്പെട്ടതോടെയായിരുന്നു ഇത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ കരകയറ്റാൻ യത്നിച്ച ഷാവേസിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ നിക്കോളാസ് മഡൂറോ വെനിസ്വേലയുടെ പ്രസിഡന്റായി. ചുമതലയേറ്റ ആദ്യകാലങ്ങളിൽ ഷാവേസിന്റെ പാത പിന്തുടർന്ന് ജനപ്രിയ നയം നടപ്പാക്കുന്ന പ്രസിഡന്റ് തന്നെയായിരിക്കും മഡൂറോ എന്ന് തോന്നിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം പതുക്കെ ഒരു സ്വേച്ഛാധിപതിയുടെ മട്ടിലേക്ക് മാറി. ഇതിനിടെ എണ്ണവില തുടർച്ചയായി ഇടിയുകയും രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഇത് രാജ്യത്ത് വലിയ തോതിലുള്ള അരാജകത്വവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു. പതിയെ വെനസ്വേല ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ തുടങ്ങി. രാജ്യത്ത് ആശങ്ക പടർത്തുന്ന രീതിയിൽ അക്രമങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും അരങ്ങുവാണു. ഇതിനിടെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ച് മഡൂറോ വീണ്ടും വെനസ്വേലയുടെ പ്രസിഡന്റായി. രാജ്യത്തെ അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ വെനസ്വേല ചുരുങ്ങിയ കാലം കൊണ്ട് കൊള്ളരുതായ്മകളുടെ ഒരു ഈറ്റില്ലമായി മാറി. രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങളിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തു നിന്നും പലായനം ചെയ്തു. മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതിക്കും കൊള്ളയ്ക്കും ചൂട്ടുപിടിക്കുന്നവരായതോടെ രാജ്യത്തെ 4-3 പേരും പട്ടിണിയിലായി. ഇതോടെ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചു. ഇന്ന് വെനിസ്വേലയിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്നും പൗരന്മാർ അവിടേക്ക് പോകരുതെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വെനിസ്വേല മാറ്റപ്പെട്ടു. സമാധാനത്തിന്റെ തീരത്തു നിന്നും അശാന്തിയിലേക്കും സംഘർഷങ്ങളിലേക്കുമുള്ള ഭീതിതമായ ഒരു യാത്ര പോലെ ഉള്ളിലയ്ക്കുന്നതായി വെനിസ്വേലയുടെ ചരിത്രം.